Welcome to a supplementary video by the English Edu Spot to the 9th Standard English Class Part 23 by Victor's Channel. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 23-ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയെന്നോണം ഏതാനും ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് വിശദീകരിച്ചത്. പാർട്സ് ഓഫ് എ സെൻറ്റൻസ്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി വിശദീകരിച്ചതാണ്. ഒരു സെൻറ്റൻസിൻ്റെ പ്രധാനമായ രണ്ട് ഭാഗങ്ങൾ, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ദ സബ്ജക്റ്റ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ഈസ് ഓൾവേസ് എ നൗൺ ഫ്രേസ്. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഭാഗം എപ്പോഴും ഒരു നൗൺ ഫ്രേസ് ആയിരിക്കും. ദ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ക്യാൻ ബി, അങ്ങനെ സബ്ജക്റ്റായി വരുന്ന നൗൺ ഫ്രേസിൽ എ നൗൺ, ഒരു നൗൺ ഉൾപ്പെടാം, എ പ്രൊനൗൺ അല്ലെങ്കിൽ നൗണിന് പകരം നിൽക്കുന്ന പ്രൊനൗൺ ഉൾപ്പെടാം, എ നൗൺ ഫ്രേസ് വിത്ത് ഇറ്റ്സ് മോഡിഫയേഴ്സ്, അതല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസും അതിൻ്റെ വിശേഷണ പദങ്ങളും ഉൾപ്പെടുന്നതാകാം. ഇൻട്രൊഡക്ടറി ദ, ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി ദ എന്നുള്ള പദം ഇൻട്രൊഡക്ടറി സബ്ജക്റ്റായിട്ട് വരാം, അതല്ലെങ്കിൽ ഇറ്റ് എന്ന പദം ഒരു ഇൻട്രൊഡക്ടറി സബ്ജക്റ്റായി വരാം. അതുമല്ലെങ്കിൽ നൗൺ ഈക്വലൻറ്റ് സച്ച് ആസ് ടു ഇൻഫിനിറ്റീവ് ഓർ ജെറൻറ്റ്, വേർബ് ഫോമുകളായ ടു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ജെറൻറ്റ് ING ഫോമുകൾ ഒരു നൗൺ പോലെ പ്രവർത്തിച്ച് സബ്ജക്റ്റായിട്ട് ഒരു സെൻറ്റൻസിൽ പ്രവർത്തിക്കാം. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. കമ്പോണൻസ് ഓഫ് എ സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഒരു സബ്ജക്റ്റായിട്ട് വരുന്ന നൗൺ ഫ്രേസിൽ ഉൾപ്പെടുന്ന വിവിധ ഭാഗങ്ങൾ, വിവിധ പദങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻസ്. എ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ക്യാൻ ബി എ സിംഗിൾ നൗൺ. ഒരു സബ്ജക്റ്റ് നൗൺ ഫ്രേസിൽ ഒരു നൗൺ മാത്രമാകാം, ഓർ പ്രോനൗൺ, അതല്ലെങ്കിൽ ഒരു പ്രോനൗൺ മാത്രമാകാം. അതുമല്ലെങ്കിൽ എ നൗൺ ഫ്രേസ് വിത്ത് വേരിയസ് മോഡിഫയേഴ്സ് ഓഫ് ദ ഹെഡ് നൗൺ. നൗൺ ഫ്രേസിൽ ഉൾപ്പെടുന്ന പ്രധാന ഹെഡ് നൗൺ, ആ നൗണിൻ്റെ വിവിധ തരത്തിലുള്ള മോഡിഫയേഴ്സ്, വിശേഷണ പദങ്ങൾ ഉൾപ്പെടുന്ന ഒരു നൗൺ ഫ്രേസ് ആകാം. ഇതൊക്കെ ഒരു സെൻറ്റൻസായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന നൗൺ ഫ്രേസിൽ ഉൾപ്പെടും. ദ ഹെഡ് നൗൺ ക്യാൻ ബി മോഡിഫൈഡ്. ഒരു ഹെഡ് നൗൺ വ്യത്യസ്ത മോഡിഫയേഴ്സ്, വിശേഷണ പദങ്ങളോടുകൂടെ വരുമ്പോൾ ആ വിശേഷണ പദങ്ങൾ അഥവാ മോഡിഫയേഴ്സ് ഏതൊക്കെ ഉൾപ്പെടും എന്ന് പരിശോധിക്കാം. പ്രീ ഡിറ്റർമിനേഴ്സ് അഥവാ ക്വാണ്ടിഫയേഴ്സ് സച്ച് ആസ് ഓൾ, ബോത്ത്, സം, മെനി, എ ലോട്ട് ഓഫ്, എറ്റ്സെട്ര. ഇങ്ങനെ എണ്ണം അല്ലെങ്കിൽ അളവ് കാണിക്കുന്ന ചില പദങ്ങൾ, അത് ഒരു നൗണിനെ വിശേഷിപ്പിച്ച് വരുമ്പോൾ അതൊരു പ്രീ ഡിറ്റർമിനർ എന്ന രൂപത്തിൽ വരാം. ഉദാഹരണത്തിന് ഓൾ, എല്ലാം എന്നർത്ഥത്തിൽ, ബോത്ത്, രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നത്, സം, മെനി, എ ലോട്ട് ഓഫ് തുടങ്ങിയ അളവ്, എണ്ണം സൂചിപ്പിക്കുന്ന പദങ്ങൾ, ഇതൊക്കെ മോഡിഫയേഴ്സ് ആയിട്ട് വരാം. നമ്പർ 2, ഡിറ്റർമിനേഴ്സ്. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഡിറ്റർമിനേഴ്സ് വരാം. ഡിറ്റർമിനർ എന്ന കാറ്റഗറിയിലാണ് ആർട്ടിക്കിൾസ്, ഇംഗ്ലീഷിലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന എ ഓർ ആൻ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നറിയുന്ന ദ, ഈ 3 പദങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം. അത് ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്ന ഡിറ്റർമിനറാണ്. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവ്സ്, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, എറ്റ്സെട്ര. ഇങ്ങനെയുള്ള പദങ്ങൾ ഡെമോൺസ്ട്രേറ്റീവ്സ് എന്നാണ് ഗ്രാമാറ്റിക്കലി അറിയപ്പെടുന്നത്. അതും ഡിറ്റർമിനറായി വരാം. അതുമല്ലെങ്കിൽ പൊസസീവ്സ്, ഇംഗ്ലീഷിലെ പേഴ്സണൽ പ്രൊനൗണുകളുടെ പൊസസീവ് രൂപങ്ങൾ, മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ തുടങ്ങിയ പൊസസീവ് രൂപങ്ങൾ ഡിറ്റർമിനറായി വരാം. നമ്പർ 3, ആഡ്ജക്റ്റീവ്സ് സച്ച് ആസ് ടോൾ, സ്മോൾ, ബ്യൂട്ടിഫുൾ, എറ്റ്സെട്ര. ഇംഗ്ലീഷിൽ ധാരാളം ആഡ്ജക്റ്റീവ് പദങ്ങളുണ്ട്. ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ആഡ്ജക്റ്റീവ്. ഒരു സബ്ജക്റ്റ് ഭാഗത്ത് വരുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ഉൾപ്പെടാം. നമ്പർ 4, പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഒരു ഹെഡ് നൗണിനെ വിശേഷിപ്പിക്കാൻ
പ്രിപ്പോസിഷണൽ ഫ്രേസുകൾ നൗൺ ഫ്രേസിൽ ഉൾപ്പെടാം. പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇംഗ്ലീഷിലെ ധാരാളം പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു പ്രിപ്പോസിഷനും അത് കഴിഞ്ഞ് ഒരു നൗൺ ഫ്രേസും ഉൾപ്പെടുന്ന ഫ്രേസ് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ, ഓൺ ദ ടേബിൾ. ഓൺ എന്ന പ്രിപ്പോസിഷൻ, അത് കഴിഞ്ഞ് അതോടൊപ്പം ദ ടേബിൾ എന്ന നൗൺ ഫ്രേസ്. ഇൻ ദ ക്യാമ്പ്. ഇൻ എന്ന പ്രിപ്പോസിഷനോടൊപ്പം ദ ക്യാമ്പ് എന്ന നൗൺ ഫ്രേസ് ഉൾപ്പെടുന്ന ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ്. മറ്റൊന്ന് റിലേറ്റീവ് ക്ലോസ്, ഒരു വിശേഷണ ക്ലോസ്. ഫോർ എക്സാമ്പിൾ, മിക്കാലി ഹു വാസ് എ 14-year-old ബോയ്. ഇത്തരത്തിലുള്ള ഹു വാസ് എ 14-year-old ബോയ് എന്നുള്ള ഒരു ക്ലോസ്, അത് ഒരു വിശേഷണ ക്ലോസ് ആണ്, അഡ്ജക്റ്റീവൽ ക്ലോസ് അഥവാ റിലേറ്റീവ് ക്ലോസ്. മിക്കാലി എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു. ഫ്രേസും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ക്ലോസ് എന്ന് വരുമ്പോൾ അതിൽ അതിൻ്റേതായ ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടായിരിക്കും. ഈ ക്ലോസിൽ ഹു എന്നുള്ളതാണ് ആ ക്ലോസിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്നത്. വാസ് എന്നുള്ളത് അതിൻ്റെ വേർബും. പ്രിപ്പോസിഷണൽ ഫ്രേസ് ശ്രദ്ധിക്കുക, ഫ്രേസിൽ സബ്ജക്റ്റും വേർബും ഉൾപ്പെടില്ല. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് നൗൺ ഫ്രേസിൽ ഹെഡ് നൗൺ, ആ ഹെഡ് നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട പദങ്ങളുണ്ട് എന്നുള്ളതാണ് നാം പരിചയപ്പെട്ടത്. ഇനി ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഇവിടെ ഏതാനും സെൻറ്റൻസുകൾ നൽകിയിരിക്കുന്നു. ആ സെൻറ്റൻസുകളുടെ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സബ്ജക്റ്റ് നൗൺ ഫ്രേസിൽ ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ്, അതിലെ കമ്പോണൻസ്, വിവിധ ഘടകങ്ങൾ ഏതൊക്കെയെന്നും വേർതിരിച്ചറിയുക. സെൻറ്റൻസ് 1. ഐ സോ എ ലിറ്റിൽ ബോയ് ഇൻ ദി ആർമീനിയൻ ക്യാമ്പ്. ഈ സെൻറ്റൻസിൽ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സെൻറ്റൻസ് 2. ഹിസ് ലിറ്റിൽ ബ്രദർ ഓൾവേസ് ക്രൈസ് ഫോർ മിൽക്ക്. ഈ സെൻറ്റൻസിൽ ഹിസ് ലിറ്റിൽ ബ്രദർ എന്നുള്ള നൗൺ ഫ്രേസ് ആണ് സബ്ജക്റ്റ്. സെൻറ്റൻസ് 3. മൈ ഹാർട്ട് ഏക്സ് ടു ഹിയർ ഇറ്റ്. ഈ സെൻറ്റൻസിൽ മൈ ഹാർട്ട് എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. നമ്പർ 4. ദ വിമൻ ഇൻ ദി ആർമീനിയൻ ക്യാമ്പ് ഡു നോട്ട് ഗിവ് ഇറ്റ് മിൽക്ക്. ഈ സെൻറ്റൻസിൽ ദ വിമൻ ഇൻ ദി ആർമീനിയൻ ക്യാമ്പ് എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. നമ്പർ 5. എ വുമൻ ഇൻ ദിസ് വേൾഡ് ഹു ഹാസ് എ മദേഴ്സ് ഹാർട്ട് കനോട്ട് ഡിനൈ ഹിം മിൽക്ക് എന്നുള്ള ഈ സെൻറ്റൻസിൽ എ വുമൻ ഇൻ ദിസ് വേൾഡ് ഹു ഹാസ് എ മദേഴ്സ് ഹാർട്ട്, ഇത്രയും ഭാഗമാണ് സബ്ജക്റ്റായിട്ട് വരുന്ന നൗൺ ഫ്രേസ്. ഇനി ഈ ഓരോ സെൻറ്റൻസിലും ഉൾപ്പെടുന്ന നൗൺ ഫ്രേസിലെ വിവിധ കമ്പോണൻറ്റുകളെ നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. ആദ്യ സെൻറ്റൻസിൽ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അത് ഒരു സബ്ജക്റ്റ് പ്രോനൗണാണ്, ഹെഡ് നൗൺ അത് തന്നെയാണ്. രണ്ടാം സെൻറ്റൻസിൽ ഹിസ് ലിറ്റിൽ ബ്രദർ എന്നുള്ള സബ്ജക്റ്റ് നൗൺ ഫ്രേസിൽ ഹിസ് എന്നുള്ളത് ഡിറ്റർമിനർ, അതൊരു പൊസസീവ് പ്രോനൗണാണ്. ലിറ്റിൽ എന്നുള്ളത് ആഡ്ജക്റ്റീവാണ്, വിശേഷണ പദം. ബ്രദർ എന്നുള്ളതാണ് ഹെഡ് നൗൺ. മൂന്നാം സെൻറ്റൻസിൽ മൈ ഹാർട്ട് എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. അതിൽ മൈ എന്നുള്ളത് ഡിറ്റർമിനർ, ഒരു പൊസസീവ് പ്രോനൗൺ. ഹാർട്ട് എന്നുള്ളത് ഹെഡ് നൗൺ. നാലാം സെൻറ്റൻസിൽ ദ വിമൻ ഇൻ ദി ആർമീനിയൻ ക്യാമ്പ് എന്നുള്ളതിൽ ദ എന്നുള്ളത് ഡിറ്റർമിനർ, അതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. വിമൻ എന്നുള്ളതാണ് ഹെഡ് നൗൺ. ഇൻ ദി ആർമീനിയൻ ക്യാമ്പ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഇൻ എന്നുള്ള പ്രിപ്പോസിഷനും ദി ആർമീനിയൻ ക്യാമ്പ് എന്നുള്ള നൗൺ ഫ്രേസും ഉൾപ്പെടുന്നു. അഞ്ചാമത്തെ സെൻറ്റൻസിൽ എ വുമൻ ഇൻ ദിസ് വേൾഡ് ഹു ഹാസ് എ മദേഴ്സ് ഹാർട്ട് എന്നുള്ള നൗൺ ഫ്രേസിൽ എ എന്നുള്ളത് ഒരു ഡിറ്റർമിനറാണ്, അതൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. വുമൻ എന്നുള്ളതാണ് ഹെഡ് നൗൺ. ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഹു ഹാസ് എ മദേഴ്സ് ഹാർട്ട് എന്നുള്ളത് റിലേറ്റീവ് ക്ലോസ്. ഇനി നമുക്ക് മറ്റൊരു സെൻറ്റൻസ് പരിശോധിക്കാം. ഓൾ ദ നഴ്സിംഗ് മദേഴ്സ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്സ് whom Mikali approached to get some milk for his brother chased him away. ഈ സെൻറ്റൻസിൽ all the nursing mothers in the refugee camp whom Mikali approached to get some milk for his brother, ഇത്രയും ഭാഗം സബ്ജക്റ്റായിട്ട് വരുന്ന നൗൺ ഫ്രേസ് ആണ്. ചേസ്ഡ് ഹിം എവേ എന്നുള്ളതാണ് വേർബ് ഫ്രേസ് അഥവാ പ്രെഡിക്കേറ്റ്.
ഈ സബ്ജക്റ്റ് നൗൺ ഫ്രേസിൽ ഓൾ എന്നുള്ളത് പ്രീ ഡിറ്റർമിനർ, അതൊരു ക്വാണ്ടിഫയർ ആണ്. എല്ലാവരും എന്നർത്ഥം വരുന്ന ഒരു ക്വാണ്ടിറ്റി കാണിക്കുന്ന പദം. ദ എന്നുള്ളത് ഡിറ്റർമിനർ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. നഴ്സിംഗ് എന്നുള്ളത് ആഡ്ജക്റ്റീവാണ്, വിശേഷണ പദം. മദേഴ്സ് എന്നുള്ളതാണ് ഹെഡ് നൗൺ. ഇൻ ദ റെഫ്യൂജി ക്യാമ്പ് എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. whom Mikali approached to get some milk for his brother. അത്രയും ഭാഗം റിലേറ്റീവ് ക്ലോസ്. കൂടുതൽ ഉദാഹരണ സെൻറ്റൻസുകൾ പരിശോധിച്ച് സബ്ജക്റ്റ് നൗൺ ഫ്രേസിലെ കോൺസ്റ്റിറ്റ്യൂവൻസ്, അതിലെ വിവിധ ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. സെൻറ്റൻസ് 1. All the inmates of the Tolstoy farm who were not engaged in the kitchen were to give some time in gardening. ഈ സെൻറ്റൻസിൽ all the inmates of the Tolstoy farm who were not engaged in the kitchen എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഇതിൽ ഓൾ എന്നുള്ളത് പ്രീ ഡിറ്റർമിനർ, ഒരു ക്വാണ്ടിഫയർ ആണ്, നാം മനസ്സിലാക്കിയതാണ്. ദ എന്നുള്ളത് ഡിറ്റർമിനർ അഥവാ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻമേറ്റ്സ് എന്നുള്ളതാണ് ഹെഡ് നൗൺ. ഓഫ് ദ ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഹു വർ നോട്ട് എൻഗേജ്ഡ് ഇൻ ദ കിച്ചൺ എന്നുള്ളതാണ് റിലേറ്റീവ് ക്ലോസ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നൗൺ ഫ്രേസിനെ മോഡിഫൈ ചെയ്യാൻ വിവിധങ്ങളായ കാറ്റഗറിയിൽപ്പെട്ട പദങ്ങൾ വരും എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണിത്. സെൻറ്റൻസ് 2. The only training that Indian children received in South Africa was in the 3 R's. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് പരിശോധിക്കുക. The only training that Indian children received in South Africa. ഇതിൽ ദ എന്നുള്ളത് ഡിറ്റർമിനർ, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഓൺലി എന്നുള്ളത് ആഡ്ജക്റ്റീവ്. ട്രെയിനിങ് എന്നുള്ളതാണ് ഈ സബ്ജക്റ്റ് നൗൺ ഫ്രേസിലെ ഹെഡ് നൗൺ. ട്രെയിനിങ് എന്നുള്ളത് ഒരു ING ഫോമാണ്, അതൊരു ജെറൻഡ് ഫോമാണ്. ദാറ്റ് ഇന്ത്യൻ ചിൽഡ്രൻ റിസീവ്ഡ് എന്നുള്ളത് റിലേറ്റീവ് ക്ലോസ്. ഇൻ സൗത്ത് ആഫ്രിക്ക എന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. സെൻറ്റൻസ് 3. The camp of Armenian refugees on the outskirts of the town looked like a small village. ഈ സെൻറ്റൻസിൽ ദ ക്യാമ്പ് ഓഫ് Armenian refugees on the outskirts of the town എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഇതിൽ ദ എന്നുള്ളത് ഡിറ്റർമിനർ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ക്യാമ്പ് അതാണ് ഹെഡ് നൗൺ. ഓഫ് ദി Armenian refugees എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഓൺ ദി ഔട്ട്സ്കേർട്സ് എന്നുള്ളതും പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഓഫ് ദ ടൗൺ അതും ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ്. നെക്സ്റ്റ് സെൻറ്റൻസ് നമ്പർ 4. എ ലവ്ലി ഡാർക്ക് വുമൻ അപ്പിയർഡ്. ഈ സെൻറ്റൻസിൽ എ ലവ്ലി ഡാർക്ക് വുമൻ എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഇതിൽ എ എന്നുള്ളത് ഒരു ഡിറ്റർമിനർ അഥവാ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ലവ്ലി ആഡ്ജക്റ്റീവ്, ഡാർക്ക് മറ്റൊരു ആഡ്ജക്റ്റീവ്, വുമൻ എന്നുള്ളതാണ് ഹെഡ് നൗൺ. നെക്സ്റ്റ് സെൻറ്റൻസ് 5. All the young people had not been with me since their childhood. ഈ സെൻറ്റൻസിൽ all the young people എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. all എന്നുള്ളത് പ്രീ ഡിറ്റർമിനർ, അതൊരു ക്വാണ്ടിഫയർ. ദ ഡിറ്റർമിനർ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. യങ് ആഡ്ജക്റ്റീവ്, പീപ്പിൾ അതാണ് ഹെഡ് നൗൺ. ഒരു സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്നുള്ളത് എപ്പോഴും ഒരു നൗൺ ഫ്രേസ് ആയിരിക്കും. ആ നൗൺ ഫ്രേസിൽ അടങ്ങുന്ന വിവിധ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വ്യക്തമായി വിശകലനം ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സാധ്യമാകും. ഇനി കൺസ്ട്രക്റ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചൈനമാൻസ് വൈഫ് ആൻഡ് മിക്കാലി. മിക്കാലിയും ചൈനമാൻസ് വൈഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക. ഇവിടെ ഒരു മോഡൽ കോൺവെർസേഷൻ തയ്യാറാക്കിയിരിക്കുന്നു, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ചൈനമാൻസ് വൈഫ്: പ്ലീസ് കം ഇൻ ആൻഡ് ഷോ മീ യുവർ ലിറ്റിൽ ബ്രദർ. മിക്കാലി: ഓക്കെ, ഹിയർ ഹി ഈസ്. ചൈനമാൻസ് വൈഫ് മിക്കാലിയോട് ആവശ്യപ്പെടുന്നത് അകത്തേക്ക് കടന്നു വന്ന് അവൻ്റെ കൊച്ചു സഹോദരനെ ആ സ്ത്രീയെ കാണിക്കാനാണ്. മിക്കാലി അതിന് മറുപടി പറയുന്നു, ഓക്കെ,
ഹിയർ ഈസ്, ഇതാ അവൻ ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് ചൈനമാൻസ് വൈഫ്, ഓ ഗോഡ് വാട്ട് എ പിറ്റി, ആ കുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ട് ആശ്ചര്യപ്പെടുന്നു. ഹൗ ലോങ് ഹാസ് ഹി ബീൻ സ്റ്റാവിങ്, എത്ര ദിവസമായി അവൻ പട്ടിണി കിടക്കുന്നു? ആശ്ചര്യത്തോടു കൂടി അവൾ ചോദിച്ചു. വാട്ട് ഹാപ്പൻ ടു ഹിസ് മദർ, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? മിക്കാലി, ഹിസ് അൺഫോർച്ചുനേറ്റ് മദർ ഡൈഡ് ബൈ ഹിസ് ബർത്ത്, നിർഭാഗ്യവതിയായ അവൻ്റെ അമ്മ അവൻ്റെ ജന്മത്തോടെ മരിച്ചു. മൈ അൺലക്കി ലിറ്റിൽ ബ്രദർ ഹാസ് ബീൻ സ്റ്റാവിങ് സിൻസ് ഹിസ് ബർത്ത്, എൻ്റെ നിർഭാഗ്യവാനായ ഈ കൊച്ചു സഹോദരൻ അവൻ്റെ ജനനം തൊട്ട് പട്ടിണിയാണ്. ചൈനമാൻസ് വൈഫ്, ഡോണ്ട് വറി, ഐ ആം എ മദർ, ഐ ഹാവ് ഓൾസോ എ ലിറ്റിൽ ചൈൽഡ്, ഐ ക്യാൻ ഫീഡ് യുവർ ബ്രദർ ടു. നീ വിഷമിക്കേണ്ട, ഞാനൊരമ്മയാണ്, എനിക്കും ഒരു കൊച്ചു കുഞ്ഞുണ്ട്, നിൻ്റെ കൊച്ചു സഹോദരന് മുലയൂട്ടാൻ ഞാൻ റെഡിയാണ്. മിക്കാലി ഇത് കേട്ട്, താങ്ക് യു, യു ആർ എ ഗ്രേറ്റ് വുമൺ, an embodiment of humanity and motherhood. May God bless you. നിങ്ങളൊരു വലിയ സ്ത്രീയാണ്, മാതൃത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ആൾരൂപമാണ് നിങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും മിക്കാലി പറഞ്ഞു. ഈ കൊച്ചു സംഭാഷണത്തിൽ മിക്കാലിയുടെ 1-2 സെൻറ്റൻസുകൾ പരിശോധിക്കുക. ഹിസ് അൺഫോർച്ചുനേറ്റ് മദർ ഡൈഡ് ബൈ ഹിസ് ബർത്ത്. ഇവിടെ ഹിസ് അൺഫോർച്ചുനേറ്റ് മദർ എന്നുള്ളതാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. അതിൽ മദർ എന്നുള്ളതാണ് ഹെഡ് നൗൺ, അൺഫോർച്ചുനേറ്റ് എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവ് പദമാണ്, ഹിസ് എന്നുള്ളത് ഒരു പൊസസീവ് പ്രൊനൗൺ ഡിറ്റർമിനറാണ്. മറ്റൊരു സെൻറ്റൻസ്, മൈ അൺലക്കി ലിറ്റിൽ ബ്രദർ ഹാസ് ബീൻ സ്റ്റാവിങ് സിൻസ് ഹിസ് ബർത്ത് എന്ന സെൻറ്റൻസിൽ മൈ അൺലക്കി ലിറ്റിൽ ബ്രദർ എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. അതിൽ ബ്രദർ എന്നുള്ളതാണ് ഹെഡ് നൗൺ, ലിറ്റിൽ, അൺലക്കി എന്നീ 2 പദങ്ങൾ ആഡ്ജക്റ്റീവ്സ് ആണ്. മൈ എന്നുള്ളത് ഒരു ഡിറ്റർമിനർ അഥവാ പൊസസീവ് പ്രൊനൗൺ. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.